കുവൈറ്റിൽ വിദേശികൾക്ക് നൽകിയിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ പുനഃപരിശോധിക്കാൻ തീരുമാനം. 2014 ശേഷം നൽകിയ ലൈസൻസുകളാണ് പുതുക്കേണ്ടതെന്ന് ഗതാഗത മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. വിദേശികൾക്ക് 2014 ശേഷം അനുവദിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ അവ അനുവദിച്ച ഓഫീസുകളിൽ എത്തിച്ച് പുതുക്കണമെന്നാണ് ഗതാഗത മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫഗദ് അൽ ഷുവയെ ഉദ്ധരിച്ച് പ്രാദേശിക ഇംഗ്ലീഷ് പത്രമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലൈസൻസ് നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശം പരിശോധിക്കുന്നതിന് അധികൃതരെ സഹായിക്കാനാണ് പ്രസ്തുത നിർദ്ദേശമെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ അനധികൃതമായി ലൈസൻസ് കൈവശപ്പെടുത്തിയവ കണ്ടെത്താനാണ് നീക്കമെന്നറിയുന്നു. അനുവദിച്ചിരിക്കുന്ന തസ്തികയിൽ ലൈസൻസ് കരസ്ഥമാക്കിയ ശേഷം ജോലിയിൽ നിന്ന് മാറ്റം വരുത്തിയിരിക്കുന്ന വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യനാണെങ്കിൽ അയാളുടെ ലൈസൻസ് റദ്ദാക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. 2014 വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഗതാഗത മന്ത്രാലയം നടപ്പിൽ വരുത്തിയത്. ഇതനുസരിച്ച് ബിരുദമുള്ളവർ, മന്ദൂബ്, ഡ്രൈവർ തുടങ്ങി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്ന ചില രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലൈസൻസ് അനുവദിക്കൂ. എന്നാൽ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയവർ പിന്നീട് ജോലി മാറുമ്പോൾ പ്രസ്തുത തസ്തികയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് ബാധകമാണെങ്കിൽ മാത്രമേ അനുവദിക്കൂ. നേരത്തെ ഗാർഹിക വിസയിലുള്ള ഡ്രൈവർമാർ ഒഴികെയുള്ള വിദേശികൾക്ക് 10 വർഷത്തേക്കായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചിരുന്നത്. 2015 മുതൽ ഇത് ഇക്കാമയുടെ കാലാവധിയുമായി ബന്ധിപ്പിച്ചാണ് എല്ലാ വിഭാഗക്കാർക്കും നൽകി വരുന്നത്. എന്നിട്ടും അടുത്ത കാലത്ത് വരെയായി 10 വർഷത്തേക്ക് പലരും ലൈസൻസ് കരസ്ഥമാക്കിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് അടക്കമുള്ളവ പരിശോധിക്കാനാണ് പുതിയ നിർദ്ദേശമെന്നും അറിയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കുവൈറ്റ്.